ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ആൻഡ് ഡ്രൈവ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് രമ്യാസ് ടേസ്റ്റ് ട്രാവൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പിലോപ്പി ഫ്രൈഡ് ഫിഷ് ഗ്രേവിയാണ് കേട്ടോ. തിലാപ്പിയ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു മാരിനേഷൻ തയ്യാറാക്കണം കേട്ടോ. ആദ്യം നമ്മളൊരു ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി പൊടിയോ ഏത് തരം മുളക് പൊടിയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അതൊരു 15 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ഒരു അരമുറി നാളികേരും ഒരു 4-5 അണ്ടിപ്പരിപ്പും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണം. നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് എല്ലാ മീനുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പായിട്ടൊന്നും വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ വറുത്തെടുത്ത് വയ്ക്കാം. നമുക്ക് സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിലോ ഓയിലോ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 സവാള മിക്സിയിൽ അരച്ചത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണക്കൊന്ന് നന്നായിട്ട് മാറട്ടെ കേട്ടോ. സവാള അരച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 തക്കാളി പേസ്റ്റ് ആക്കിയതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. കാശ്മീരി പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെ മണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കരുത്. തിളപ്പിച്ച വെള്ളം തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് ഗരം മസാല ചേർക്കാവുന്നതാണ്. ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഗ്രേവി ആവണം. ഗ്രേവി പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അത് കാരണം ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി പുളി കുറവുണ്ട്. അതുകൊണ്ട് ഒരു ഇത്തിരി വാളംപുളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗരം മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഫിഷ് മസാലയോ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നാളികേരും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് വെച്ചിട്ടില്ലേ, ആ പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ ഗ്രേവിക്ക് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങളിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ടേ, മീൻ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. അതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫിഷ് ഗ്രേവി പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഫിഷ് ഗ്രേവിയാണ്. അവസാനം മല്ലിയിലോ കറിവേപ്പിലോ ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്